അമ്മ എങ്ങനെയാണ് വി എസ്? നല്ലൊരു നേതാവിനെയാണ് നമുക്ക് പോയത്. എല്ലാം കൂടെ നല്ലൊരു നേതാവായിരുന്നു. ബ്രിട്ടീഷുകാരുടെ കാലത്തും പുള്ളി ഒത്തിരി ത്യാഗമൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ അച്ഛൻ ചെത്തുതൊഴിലാളിയാണ്. അപ്പൊ അച്ഛൻ ഇതിന്റെ കൂടെ നടന്നെല്ലാം പറഞ്ഞെനിക്കറിയാം. അതാണ് ഞാൻ ഈ മഴയാണെങ്കിലും എനിക്കൊന്ന് കാണണം തോന്നി ഞാൻ വന്നത്. എനിക്കത് കാണാൻ പറ്റി. എൻ്റെ മനസ്സ് നിറഞ്ഞ് ആ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും വി എസിനെ കണ്ട് മടങ്ങുന്ന കാഴ്ച, ആ കാഴ്ചക്ക് വി എസ് അത്രയേറെ ആഴത്തിൽ മനസ്സിൽ പതിഞ്ഞയാളാണല്ലോ. വി എസ് അത്രയേറെ ആഴത്തിൽ മനസ്സിൽ പതിഞ്ഞയാളാണല്ലോ. ഇപ്പൊ ഇവിടെ തന്നെ പറയുന്നത് കേട്ടില്ലേ, കണ്ണേ കരളെ വി എസ് എ, പൊന്നേ പൊരുളെ വി എസ് എ എന്ന് പറയും. ഒരു മുദ്രാവാക്യം എങ്ങനെ ഒരു വ്യക്തിയായി മാറുന്നു എന്നും ഒരു വ്യക്തി എങ്ങനെ ഒരു മുദ്രാവാക്യമായി മാറുന്നുവെന്നും നമ്മളിവിടെ കാണുകയാണ്. ഈ പെരുമഴ സമയത്ത് പോലും ഇത്രയും ആൾക്കാർ അദ്ദേഹത്തിനെ നെഞ്ചേറ്റിയത് കൊണ്ട്, അദ്ദേഹത്തിന്റെ ആശയങ്ങളെ നെഞ്ചേറ്റിയത് കൊണ്ടാണ് ഇവിടെ ഇത്രയും വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ആലപ്പുഴയുടെ മുൻ മേയർ കൂടിയായിരുന്നു. എന്തായാലും വലിയ ഒരു ജനക്കൂട്ടത്തെ നമുക്കിവിടെ കാണാം. മഴ കൊണ്ടും വി എസിനെ കാണാൻ വേണ്ടി എത്തിയിരിക്കുകയാണല്ലോ. അതെ, വി എസിനെ നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. അദ്ദേഹം ഉയർത്തിയ പാർട്ടിയാണിത്. അദ്ദേഹത്തിന് വേണ്ടി ഇനിയും മരണം വരെ പാർട്ടിയിൽ തുടരാൻ തന്നെയാണ് തീരുമാനം. അദ്ദേഹം ഉയർത്തിയ നല്ല കുറേ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കുറേ കാര്യങ്ങളുണ്ട്. അത് ഭാവിയിലെ തലമുറ എന്ന നിലയിൽ ഞങ്ങളത് നടപ്പാക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് ഒരു വർഗീയ ശക്തികളെ കൊണ്ടും തടുക്കാൻ സാധിക്കത്തില്ല. അത് ഞങ്ങളുടെ മരണശേഷം ഇനി ഞങ്ങളുടെ തലമുറ ഇല്ലാതാകുന്ന സമയത്ത് മാത്രം അതിനെക്കുറിച്ച് ആലോചിച്ചാൽ മതി. ഞങ്ങൾ തീർച്ചയായിട്ടും വി എസിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത് അതേപടി പാർട്ടിയിൽ നടപ്പാക്കാൻ തന്നെയാണ് ഞങ്ങളും തീരുമാനിക്കുന്നത്. ഞങ്ങൾ വി എസിൻ്റെ എല്ലാ നല്ല ആദർശങ്ങളോടുകൂടി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും വി എസ് ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയം, ആ വി എസ് ഉയർത്തിപ്പിടിച്ച ആ ഒരു പാഠം അത് പകർന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു തലമുറയാണ്. ആ തലമുറയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് വി എസിന് വേണ്ടി ഹൃദയാഭിവാദ്യം അർപ്പിക്കുന്നത്, അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നത്. ഇവിടെ വലിയ രീതിയിലുള്ള ഒരു ജനക്കൂട്ടം. ആ നമുക്ക് അപ്പുറത്ത് തൊട്ടപ്പുറത്ത് വലിയൊരു റോഡാണ്. ആ റോഡ് നിറച്ച് കുടകളും അല്ലാതെയും മഴയും ഒക്കെ നനഞ്ഞുകൊണ്ട് ഇവിടെ വന്നു നിൽപ്പുണ്ട് ആളുകൾ വി എസിനെ കാണാൻ. കാരണം മഴയൊന്നും അവർക്കൊന്നുമല്ല. കാരണം ഈ ആലപ്പുഴ അങ്ങ് കരയുകയാണ്. ആ കണ്ണീരാണ് അവർ ഏറ്റുവാങ്ങുന്നത്. അത്രയേറെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച ആളുകളാണ് വി എസിനെ. വി എസ് എന്ന ആ രണ്ടക്ഷരമാണ് അവർ പറയുന്നത്. കണ്ണേ കരളെ വി എസ് എ, ഞങ്ങളുടെ നെഞ്ചിലെ താരകമേ. ആ താരകം ഇതാ അവസാന യാത്രയായി പോകുന്നു. മഴ പെയ്തുകൊണ്ടേ നിൽക്കുകയാണ്. ആ മഴയിൽ ഇടമുറിയാത്ത കണ്ണീരായി, ഇടമുറിയാത്ത വീര്യമായി വി എസ് അങ്ങനെ വളർന്നു നിൽക്കുകയാണ്. വി എസിന്റെ വലിപ്പത്തിനൊപ്പം നമ്മളെല്ലാവരും ഉയരുകയാണ്. അല്ലാതെ നമ്മുടെ വലിപ്പത്തിലേക്ക് വി എസ് താഴുകയല്ലോ. വി എസിൻ്റെ വലിപ്പത്തിനൊപ്പം ആദരാഞ്ജലി അർപ്പിക്കാൻ നമ്മളെല്ലാവരും ഉയരുകയാണ്. അത്രമേൽ വ്യതിരക്തമായ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു വി എസ്. ഇപ്പോൾ ആ കണ്ണീർ പൊഴിച്ചുകൊണ്ട് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കണ്ണീർ പൊഴിച്ചുകൊണ്ട് നിരവധി പേർ എത്തി അന്ത്യാഭിവാദ്യം അർപ്പിക്കുകയാണ്. മഴ തുടരുകയാണ്. കുറേ നേരമായില്ലേ മഴ തുടങ്ങിയിട്ട്? പ്രതീക്ഷ തീർച്ചയായിട്ടും വലിയൊരു മഴ, അത് മണിക്കൂറുകളായിട്ട് നിന്ന് പെയ്യുകയാണ്. ആ മഴയെല്ലാം കൊണ്ടുകൊണ്ട് ഇവിടെ നിൽക്കുന്നത്. അത് എത്ര മണിക്കൂറെന്ന് ചോദിച്ചാൽ അതിനുത്തരമില്ല. അത്രയേറെ നേരം ഇവിടെ മഴ കാത്ത് നിൽക്കുന്ന ഈ മഴ കൊണ്ടു നിൽക്കുന്ന ആളുകൾ, അവരുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ ആഗ്രഹം തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ ഒരു നോക്ക് കണ്ട് ആ നേതാവിന് മുമ്പിൽ മുട്ടുചുരുട്ടി അന്ത്യാഭിവാദ്യം അർപ്പിച്ച് മടങ്ങണമെന്ന ഒരാഗ്രഹമാണ്. ആ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി എത്തിയ ആളുകൾ, അത് അങ്ങ് കാസർഗോഡ് നിന്ന് ഇങ്ങ് തിരുവനന്തപുരം വരെയുള്ള ആളുകൾ, തിരുവനന്തപുരത്ത് നിന്ന് വി എസിനൊപ്പം അനുഗമിച്ച ഒരുപാട് പേരുണ്ട്. ആ വിലാപയാത്രയ്ക്കൊപ്പം അനുഗമിച്ച ആളുകൾ. അങ്ങനെ വലിയൊരു സാഗരമായി, ഒരു കടലായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ടപ്പുറത്തൊരു കടലുണ്ടെങ്കിൽ ഇപ്പുറത്തൊരു മനുഷ്യസാഗരം. അങ്ങനെ ആ മനുഷ്യസാഗരം സൃഷ്ടിച്ചതാകട്ടെ വി എസ് എന്ന രണ്ടക്ഷരം. ആ രണ്ടക്ഷരം അത്രയേറെ ഹൃദയത്തിൽ ചേർത്ത് പിടിച്ച ആളുകളാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. വി എസ് എന്നത് ഒരു സ്വാഭാവികമായിട്ടും മലയാളികളെ സംബന്ധിച്ചിടത്തോളം, താഴെ തട്ടിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്നവരാണ്. അതുകൊണ്ട് തന്നെ തൊഴിലാളി വർഗത്തിന്റെ മോചനത്തിന് വേണ്ടി പണിയെടുത്തതാണ്. ആ തൊഴിലാളി വർഗമാണ് ഇവിടെ നിന്ന് മുട്ടുചുരുട്ടി വിളിക്കുന്നത്.